നമസ്കാരം. ഇരേ കാത്തു നിൽക്കുന്ന വേട്ടമൃഗത്തെ പോലെയായിരുന്നു വിരാട് കോഹ്ലി. പാകിസ്ഥാനെതിരെ എന്നെല്ലാം കോഹ്ലി ബാറ്റ് എടുത്തിട്ടുണ്ടോ അവിടെ നിന്നൊരു സിഗ്നേച്ചർ വരാതെ കോഹ്ലി ഗ്രൗണ്ടിൽ നിന്നും തിരിച്ച് പെവിലിയനിലേക്ക് പോയിട്ടില്ല. ആ ചരിത്രം വീണ്ടും ഇന്ന് ആവർത്തിച്ചു. ഫോം ഔട്ട് ആണ് കിങ് കോഹ്ലി എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് തന്നെ രാജാവാണെന്ന് കോഹ്ലി പറയിപ്പിക്കുന്ന നിമിഷമായിരുന്നു ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നത്. കിങ് കോഹ്ലി എന്ന് തന്നെ ഉറക്കെ വിളിച്ചോ എന്ന് സെഞ്ചുറി നേട്ടത്തിൽ കോഹ്ലി തെളിയിച്ചു. മാത്രമല്ല പല ചരിത്ര റെക്കോർഡുകളും ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി കുറിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ഏകദിന റണ്ണുകൾ നേടുന്നതിൽ 3-ാം സ്ഥാനത്ത് കോഹ്ലി എത്തി. 14,000 റൺസ് കോഹ്ലി കടന്നു വെറും 299 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന്. ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്നതിൽ മഹേള ജയവർദ്ധനയ്ക്കും റിക്കി പോണ്ടിങ്ങിനും താഴെ 3-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലി എത്തി. ഇന്ന് ആ മനുഷ്യന്റെ ദിനമായിരുന്നു. ഒരുപാട് നാളുകളായി കളിയാക്കലുകളും പരിഹാസങ്ങളും പുച്ഛങ്ങളും കേട്ടുനിന്നത് എല്ലാം ആ ബാറ്റിലൂടെ മറുപടി കൊടുത്ത ദിവസം. സൂപ്പർ സൺഡേ എന്ന പോരാട്ടത്തിൽ അത്യന്തം വാശിയേറിയ നിമിഷങ്ങളിലൂടെ മത്സരം ഉടനീളം പോകുമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് ഐതിഹാസികമായ അനായാസമായ വിജയമായിരുന്നു ഇന്ത്യ സമ്മാനിച്ചത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാന് മേൽക്കൈ കൊടുക്കാതെ ഇന്ത്യൻ ബാറ്റർമാരും ബൗളർമാരും സെമി ഫൈനലിലേക്ക് പാഞ്ഞു കയറുന്ന നിമിഷമായിരുന്നു നമ്മൾ ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ്. പാകിസ്ഥാൻ, അതായത് നിലവിലത്തെ ചാമ്പ്യന്മാർ, പുറത്താകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്നോടൊപ്പം ഇപ്പോൾ ചില അതിഥികൾ കൂടി ചേരുകയാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഇന്ത്യയുടെ ഈ ഐതിഹാസിക വിജയം എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് പറയുക. എന്നോടൊപ്പം ഞാൻ ആദ്യം പോകുന്നത് ക്രിക്കറ്റ് അനലിസ്റ്റായ അജിത് കുമാർ സാറിലേക്കാണ്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന പോരാട്ടം അത്യന്തം ആവേശകരമാകുമെന്നൊക്കെ കരുതിയെങ്കിൽ പോലും മത്സരത്തിന് ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാന് ഇന്ത്യക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്ത്യൻ ബൗളർമാർ പാകിസ്ഥാൻ ബാറ്റർമാരെ വട്ടം ചുറ്റിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നമ്മളെ ചേസിംഗ് സൈഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഇന്ത്യൻ ടീം നയിക്കാൻ വിരാട് കോഹ്ലിയെ പോലൊരു ചേസ് മാസ്റ്റർ ഉള്ളപ്പോൾ പേടിക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. അനായാസമായ വിജയം ഇന്ത്യ നേടുകയും ചെയ്തു. എന്താണ് താങ്കളുടെ നിരീക്ഷണം? ഇന്ന് ജയിക്കാൻ വേണ്ടി കളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. മൂന്നാമത്തെ വിക്കറ്റിന് റിസ്വാന്റെ ഉള്ള ഒരു 104 റൺസ് പാർട്ട്ണർഷിപ്പ് ഒന്ന് മാറ്റിയാൽ ഒരു സമയത്ത് പോലും പാകിസ്ഥാൻ ഒരു ആധിപത്യം ഉണ്ടായിരുന്നില്ല. രോഹിത് ശർമ്മയുടെ ഫസ്റ്റ് വിക്കറ്റ് പോയപ്പം ചെറിയതായിട്ടൊരു ആശങ്ക ഉണ്ടായെങ്കിലും ഗില്ലും കോഹ്ലിയും വളരെ നന്നായിട്ട് കളിച്ചതോടെ ഇന്ത്യയുടെ വിജയം തീർച്ചയായിരുന്നു. ഒരു കാര്യം ഡെഫിനറ്റാണ്, ഇന്നത്തെ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ബെസ്റ്റ് നമ്മൾ പറയാറുണ്ടല്ലോ, പാകിസ്ഥാനായിട്ടാണ് ഇന്ത്യയുടെ ബെസ്റ്റ് വരുന്നത്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ച ഹർദിക് പാണ്ഡ്യ, അദ്ദേഹത്തിന്റെ വളരെ ശക്തിയേറിയ ബോളിംഗ്, സാധാരണ ഒരു 2-3 ഓവർ മാത്രമേ ഹാർദിക്കിനെ ബോളിക്കാറുള്ളൂ, കാരണം അപ്പോഴേക്കും അദ്ദേഹം വളരെ കോസ്റ്റ്ലി ആവും. ഇന്ന് 8 ഓവറാണ് ഹാർദിക് എറിഞ്ഞത്. 2 നല്ല ഇമ്പോർട്ടന്റ് വിക്കറ്റ്സും എടുത്തു. ആദ്യത്തെ വിക്കറ്റ് തന്നെ അദ്ദേഹമാണല്ലോ എടുത്തത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും നമുക്ക് എണ്ണി വെച്ചാൽ, ഇപ്പൊ കുൽദീപിന്റെ ആ 3 വിക്കറ്റ്സ് ക്രൂഷ്യൽ മൊമെന്റ്സിൽ അവര് നമ്മുടെ ആധിപത്യം ബോളെന്ന് പറയുമ്പോഴേക്കും ഇന്ത്യൻ ബോളേഴ്സ് വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. അപ്പൊ അതാണ് ഒരു വിജയിക്കാനായിട്ട് ഇറങ്ങിയ പോലെയായിരുന്നത്. ഒന്നാമത്തെ ബോൾ മുതൽ അവസാനത്തെ ബോൾ വരെ സാധാരണ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാറുണ്ട്. ഇന്ന് ആ ടെൻഷനൊന്നും ഉണ്ടായില്ല, കാരണം നമ്മൾ ജയിക്കുമ്പോൾ ഒരു തോന്നൽ നമുക്ക് തുടക്കത്തിൽ തന്നെ. അജിത് കുമാർ, അതായത് ഒരു 241 റൺസ് കൊണ്ടൊന്നും ഇന്ത്യയെ തളയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. 241 വെച്ചിട്ട് ഇന്ത്യ പോയി ചേസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനായാസം വിജയിക്കാൻ പറ്റുന്ന സ്കോറാണെന്ന് ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്, അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രം ഈ ആദ്യത്തെ എനിക്ക് തോന്നിയത് ഇദ്ദേഹം ഒരു മിസ്റ്റേക്ക് നടത്തി ബാറ്റിംഗ് എലക്ട് ചെയ്യാനായിട്ട്, റിസ്വാൻ. പക്ഷെ അത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന്, ന്യൂസിലൻഡായിട്ടുള്ള മത്സരത്തിൽ 320 റണ്ണ് ചേസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. അതും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വെച്ച് ഒരു കളി നടത്തിയിട്ട് 320 റണ്ണ് ചേസ് ചെയ്യാനായിട്ടുള്ള അവരുടെ സമ്മർദ്ദത്തിലാണ് അവര് ആദ്യത്തെ മത്സരത്തിൽ 19-ാം തീയതി അവർ പരാജയപ്പെട്ടത്. അപ്പൊ അതായിരിക്കാം ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്. പക്ഷെ ആദ്യം ബാറ്റ് ചെയ്തപ്പം പ്രതീക്ഷിച്ച നിലയിലേക്ക് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ട് എന്നും വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഫക്കർ സമാൻ. അദ്ദേഹം ഇഞ്ചോർഡായിട്ട് പുറത്തു വരിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ന് ഒരു വിജയത്തിലേക്കുള്ള ഒരു മാർഗദർശിയായിട്ട് അവർ ഒരിക്കലും ഉണ്ടായില്ല എന്ന് തോന്നി. മാത്രം ടീം ഒരു ഇത്തിരി ഡീമോറലൈസ് ആയിട്ട് തോന്നി. ഫീൽഡ് ചെയ്യപ്പെടുന്നു കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട്. കമ്മ്യൂണിറ്റേഴ്സ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് അവരിങ്ങനെ ഈസി ആയിട്ട് 1 റൺ സിംഗിൾസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് സിംഗിൾസ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ഈ സിംഗിൾസ് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ട്രൈക്കിങ്ങിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ബാറ്റ്സ്മാൻമാരുടെ ആത്മവിശ്വാസം കൂടും. അപ്പം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ആത്മവിശ്വാസം കൂട്ടുന്ന വിധത്തിലുള്ള ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് ഒരിക്കലും ഒരു പുതിയ ബാറ്റ്സ്മാൻ വരുമ്പോൾ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നലില്ല. പിന്നെ എല്ലാ പ്ലാൻസും അവരുടെ തെറ്റിയ പോലെ തോന്നുന്നു. കാരണം എനിക്കൊണ്ട് വിരാട് കോഹ്ലി സാധാരണ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പൊക്കെ വളരെ വളറബിൾ ആണ് എപ്പോഴും അദ്ദേഹത്തെ. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പ് അറ്റാക്ക് നമ്മൾ കണ്ടേയില്ല ഒരു വേളയിലും. അദ്ദേഹത്തിന്റെ ലെഗ് സ്പിൻ ബോളിങ്ങിനോട് അദ്ദേഹം വീക്കാന്ന് ചോദിച്ചാൽ അവരുടെ സ്പിന്നറിന് വേഗം അവർ ഇറക്കിയെന്നല്ലാതെ അബ്രാറിനെ വേഗം ഇറക്കിയെന്നല്ലാതെ വേറൊരു വിധത്തിലും ഒരു എന്താ പറയുക ഒരു എഗ്രഷൻ പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. അപ്പൊ ശരിക്കൊരു വളരെ ഞങ്ങൾ ഹൈ വോൾട്ടേജ് ടെൻസ് മാച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചത് വളരെ ഈസി ആയിട്ട് ഇന്ത്യ വിജയിച്ചു. എനിക്ക് തോന്നുന്നു അഹമ്മദാബാദില് നമ്മള് കഴിഞ്ഞ വർഷം 23 ലോകകപ്പിൽ അവർ തോപ്പിച്ച അതേ സ്റ്റൈലായിരുന്നു. അന്ന് 191 റൺസിൽ അവർ ഓൾ ഔട്ടായി. ഇന്ന് 241 എന്ന സ്കോറില് എന്തോ തീരെ ഒരു ഫൈറ്റിംഗ് മൂഡിലല്ലായിരുന്നു പാകിസ്ഥാൻ എന്നൊരു തോന്നൽ. ന്യൂസിലൻഡ് ആയിട്ടുള്ള പരാജയമായിരിക്കാം അതിന് കാരണം. പക്ഷെ ഒരു ഫൈറ്റിംഗ് മൂഡിലായിരുന്നില്ല പാകിസ്ഥാൻ. തീർച്ചയായും അജിത് കുമാർ, ദയവായി ഞാൻ മുൻ കേരള ക്യാപ്റ്റൻ വി എ ജഗദീഷിലേക്കും കൂടി പോവുകയാണ്.